ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഹോം കുക്ക് മലബാർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു നല്ല അടിപൊളി സ്നാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് ചായയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിന്റെ റെസിപ്പിയാണിത്. ചപ്പാത്തി റാപ്പ്. നമ്മുടെ സാധാ ചപ്പാത്തി വെച്ചിട്ട് ഒരു റാപ്പാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാന്നോ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ കാണാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫില്ലിംഗ് ആദ്യം റെഡിയാക്കി എടുക്കണം. ഇവിടെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് പീസ് ചിക്കൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആണ് ഇത്. ഞാൻ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു ചിക്കൻ ആദ്യം നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. മാരിനേഷൻ ചെയ്യാനും വേണ്ടിയിട്ട് ആദ്യം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഒറിഗാനോ. ഇത് ഓപ്ഷണലാണ്, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ഉപ്പ്. ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇതൊരു 1/2 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കാം. പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ ഇതാ ഏകദേശം നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അതേ എണ്ണയിലേക്ക് തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് സോട്ടായി വരുമ്പോൾ അതിലേക്ക് സവാള നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള സവാളയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. സവാള ഏകദേശം സോട്ടായി വരുമ്പോൾ അതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാബേജ്, ക്യാരറ്റ്, എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാബേജും ക്യാരറ്റും ഒക്കെ ഒന്ന് ജസ്റ്റ് സോട്ടായി വരുമ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ സവാളയും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് തന്നെ സോട്ടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഇനി എടുത്തിട്ടുള്ളത് ചപ്പാത്തിയാണ്. ഇത് നോർമലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തി തന്നെ, നമ്മളെ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ചപ്പാത്തി തന്നെയാണ്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ കുബൂസോ പൊറോട്ട എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് കുറച്ച് മയനൈസ് ആണ്. ഇനി ഈ മയനൈസിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെങ്ങനെയാണ് ഞാൻ റാപ്പ് ചെയ്തെടുക്കുന്നതെന്ന് കാണാം. ദാ ഒരു ചപ്പാത്തി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗം നമ്മളൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കണം. ദാ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മയനൈസിന്റെ സോസിന്റെ ആ ഒരു മിക്സ് ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ഭാഗത്തേക്ക് ഒരു ക്വാഡ്രന്റിലായിട്ട് കുറച്ച് മസാല നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാല ഇതേപോലെ വെച്ചു കൊടുക്കാം. അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ കുറച്ച് ചീസും കൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി, ലെറ്റ്യൂസ്, പിന്നെ ക്യാപ്സിക്കം ഒക്കെ ഇതുപോലെ വെച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതേപോലെയാണ് നമുക്ക് ഈ റാപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റോൾ ചെയ്തിട്ടും എടുക്കാവുന്നതാണ്. ഹോം കുക്ക് മലബാർ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഇപ്പോൾ ഈ റാപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഈ ഒരു റാപ്പ് പാനിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ കഴിക്കാവുന്നതാണ്. ജസ്റ്റ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. ആ ഒരു ചീസൊക്കെ ഒന്ന് മെൽറ്റായി വന്നോളും. ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചപ്പാത്തിയുടെ റാപ്പ് ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിഷായിട്ടുള്ള ചപ്പാത്തി റാപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.